ജീവിതത്തിൽ ഒരിക്കലും പോലും കളവ് പറയാത്ത നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ മനോഹരമാകുന്ന സ്വർഗ്ഗത്തിന്റെ വേദിയിലേക്ക് കടന്നിരിക്കുന്നവരോട് പറയുകയാണ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ആയിരക്കണക്കാന സലാത്തുകൾ ഉണ്ടല്ലോ, ഒഴുക്കണ്ടതാ പരത്തണ്ടതാ എന്നാ സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ, അല്ലാഹു തരുന്നതാ അല്ലാഹു തരുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ആയിരക്കണക്കാന സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ആയിരക്കണക്കാന സഹാബത്തിനോട് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബിതങ്ങള് എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാ. മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. അറിവ് പറയുന്ന വേദിയുണ്ടല്ലോ, വഅദ് പറയുന്ന വേദിയുണ്ടല്ലോ, ഇൽമു പറയുന്ന വേദിയുണ്ടല്ലോ, ദർസ് നടത്തുന്ന വേദിയുണ്ടല്ലോ, അറിവ് പറഞ്ഞു കൊടുക്കുന്ന വേദിയുണ്ടല്ലോ. റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗത്തിന്റെ വേദിയാണ് ചെറുപ്പക്കാരാ. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്നവരെ, നിറഞ്ഞിരിക്കുന്ന ബാമ്പിലെ മക്കാമിൽ വന്നിരിക്കുന്നവരെ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പാപങ്ങൾ മുഴുവനുമുണ്ടല്ലോ പൊറുപ്പിച്ചെടുത്തുകൊണ്ട് ഇറങ്ങാൻ കഴിയേണ്ടതാ. എത്രയോ തിന്മകൾ ചെയ്തവരാ, എത്രയോ ഹറാമുകൾ ചെയ്തവരാ, എത്രയോ തെമ്മാടിത്തരങ്ങൾ ചെയ്തവരാ, എത്രയോ നമസ്കാരങ്ങൾ ഒഴിവാക്കിയവരാ, എത്രയോ നോമ്പുകൾ കളാക്കിയവരാ, എത്രയോ വ്യഭിചരിച്ചവരാ, എത്രയോ പലിശയ്ക്ക് കൊടുത്തവരാ, എത്രയോ മഖാമുകൾക്കെതിരെ പ്രസംഗിച്ചവരാ. നഊദു ബില്ലാഹ് നഊദു ബില്ലാഹ് മഅദല്ലാഹ്. ഏക ഇലാഹായ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അറിയാതെ സംഭവിച്ചു പോയതാണ് അല്ലോ, അറിയാതെ വന്നുപോയ പാപങ്ങളാണ് അല്ലോ, പൊറുക്കണേ അല്ലോ, പൊറുക്കണേ അല്ലോ, പൊറുക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ഇറങ്ങാൻ കഴിയേണ്ടതാ. എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു. നിറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കാന പാപങ്ങളുടെ പാപങ്ങളു പൊറുക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് 1.5 മണിക്കൂർ ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ പാപങ്ങൾ മുഴുവനും പൊറുപ്പിച്ചെടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഇറങ്ങാൻ കഴിയണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, കബൂലാക്കണേ റഹ്മാനെ. ഞാൻ പറയാ, ഇന്നത്തെ രാത്രി എങ്ങാനും മരിച്ചാൽ, ഇന്നത്തെ രാത്രി എങ്ങാനും വിട പറഞ്ഞാൽ, അസ്റായീൽ എന്റെയും നിങ്ങളുടെ റൂഹ് പിടിച്ചാൽ, അടുത്ത കൊല്ലം ഇവിടെ വഅദ് കേൾക്കാനും വഅദ് പറയാനും ഞാനോ നിങ്ങൾ ഉണ്ടാകൂല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം ഈ ഒരു സെക്കൻഡിൽ ഒരു തീരുമാനം എടുക്കണം. ഉസ്താദേ, ഞങ്ങൾ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും ഈ സദസ്സിൽ വെച്ച് തൗബ ചെയ്യാൻ സ്വീകരിക്കുകയാണ് ഞങ്ങൾ തീരുമാനിക്കുക. അല്ലാഹു നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇന്നലെ 8:30 മണിയായപ്പോ നമ്മുടെ ലോകം മുഴുവനും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ നിന്നുപോയ ഒരവസ്ഥ വന്നിരുന്നു. വന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. ഇന്നലെ ഒരു 8-8:30 സമയത്ത് ലോകം മുഴുവനും ഫേസ്ബുക്കും എന്റെ പ്രിയപ്പെട്ടവർ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ മുഴുവനും നിലച്ചുപോയ ഒരു സമയമുണ്ടായിരുന്നു. പല ആളുകളും വാട്സപ്പിലും മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ചോദിച്ചു, ഉസ്താദേ നിങ്ങളുടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ വർക്ക് ചെയ്യണില്ല. ഉസ്താദേ നിങ്ങളുടെ ഓണാകുന്നുണ്ടോ? ഞങ്ങളുടെ ഓണാകുന്നില്ല എന്ന് പറഞ്ഞ് തിരക്കിയവരുണ്ട്. നമ്മുടെയൊക്കെ വിചാരം, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഈ സോഷ്യൽ മീഡിയ നിലച്ചു കഴിഞ്ഞാൽ ലോകം അങ്ങ് അവസാനിക്കുന്ന. ഞാൻ പറയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അസ്റായീൽ കടന്നു വന്ന് നമ്മുടെ റൂഹ് പിടിച്ചാൽ ഇന്നത്തെ രാത്രി നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ മരിച്ചു പോകും. അപ്പോ സോഷ്യൽ മീഡിയ നിൽക്കണതല്ല വലുത്, നമ്മുടെ ഹൃദയം നിന്നാൽ, നമ്മുടെ അസ്റായീൽ റൂഹ് പിടിച്ചാൽ, നമ്മൾ അസ്റായീൽ എന്റെ പ്രിയപ്പെട്ടവരെ പിടിച്ചു കൊണ്ടുപോയാൽ അത് വല്ലാത്ത വേദനയാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ അല്ലാ, ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞാൻ പറയാ, നമ്മുടെ നാട് മുഴുവനും വല്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവാ. നമ്മുടെ നാട് മുഴുവനും വല്ലാത്ത നൊമ്പരത്തിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോവാ. പല ആളുകളും കടക്കണിയിൽ വീഴുകയാ. പല ആളുകളും എന്റെ പ്രിയപ്പെട്ടവരെ വീട് വെക്കാൻ ലോൺ എടുത്തിട്ട് അത് തിരിച്ചടക്കാനുള്ള ഗതിയില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ കഷ്ടപ്പെടുകയാ. അങ്ങനെ 100 കണക്കാന 1000 കണക്കാന സാധുക്കളാകുന്ന ജനങ്ങള് നമ്മുടെ ഈ ദുനിയാവിന്റെ
ഇസ്ലാമിന്റെ തൊലിപ്പുറത്തിന്റെ പ്രിയപ്പെട്ടവരെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത്, ഒരിക്കലും നിങ്ങൾ വേദനിക്കരുത്. കാരണം സങ്കടപ്പെടുന്നവരുടെ കൂടെ അള്ളാഹു ഉണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ മഹാരഥന്മാര് പറയുമ്പോ, അള്ളാഹുവേ നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും യാതനകളും നൊമ്പരങ്ങളും അതെല്ലാം ഈ സദസ്സിൽ നിന്നിറങ്ങുമ്പോ ഞങ്ങൾക്ക് നീ മാറ്റിത്തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, പ്രതിസന്ധികളിൽ തളരാൻ പാടില്ല, പ്രതിസന്ധികളിൽ വിഷമിക്കാൻ പാടില്ല. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുമ്പോ, ഹബ്ബാബ് ബിൻ അറ എന്ന് പറയുന്ന ഒരാളെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ, ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ റസൂലുള്ളയോട് പറയുകയാ, ശഖൂനാ ഇലാ റസൂലില്ലാഹ്. ആദരവാകുന്ന പ്രവാചകനോട് പറയുകയാ, അല്ലാഹുവിന്റെ നബിയേ, സങ്കടമാ, വേദനയാ, നൊമ്പരമാ, അലാ തദ്ഉല്ലാഹി അലാ തസ്തൻസിറുല്ലാഹ ലനാ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോട് പറയുകയാ, അല്ലാഹുവിന്റെ നബിയേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യുന്നില്ലേ? ആ സമയത്തതാ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, സങ്കടപ്പെടല്ല, വിഷമിക്കല്ല, വേദനിക്കല്ല. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹു പടച്ച തമ്പുരാൻ പ്രതിസന്ധികളും നൊമ്പരങ്ങളും നമുക്ക് തരുന്നതാ. അതിലാരെങ്കിലും ഒരാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ അല്ലാഹു പടച്ച തമ്പുരാന് കടങ്ങൾ തരുമ്പോ, അല്ലാഹു പടച്ച തമ്പുരാന് വേദനകൾ തരുമ്പോ, അല്ലാഹു പടച്ച തമ്പുരാന് നൊമ്പരങ്ങൾ തരുമ്പോ കരയാൻ, വേദനിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ പാടില്ല. എത്രയോ പേരാ കടങ്ങൾ എന്നെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ പടച്ചവനെ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ പേരാ. പടച്ചവനെ കടം മേടിക്കുകയാ, തിരിച്ചടക്കാൻ പൈസയില്ലാത്ത ഗതികേട് വരുമ്പോ എത്രയോ പേരെന്നെ പ്രിയമുള്ളവരെ ആത്മഹത്യ ചെയ്യുകയാണെന്ന് പറയുമ്പോ റസൂലുള്ളാഹി ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എല്ലാ സങ്കടങ്ങൾക്കും വേദനകൾക്കും വിരഹങ്ങൾക്കും ശേഷം ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, സഹാബാ, ഈ കാണുന്ന വിഷമങ്ങളുണ്ടല്ലോ, ഈ കാണുന്ന അനുഭവങ്ങളുണ്ടല്ലോ, അത് ചെറുതാണ് സഹാബാ. ഇതിലും വലിയ വേദനകളതാ മുൻഗാമികള് അവര് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളതോ. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഉണ്ടല്ലോ അല്ലാഹുവോട് സങ്കടങ്ങൾ പറയാൻ പാടില്ല. അതുകൊണ്ട് പറയുകയോ, ഏക ഇലാഹായ പടച്ചവനോട് ദുആ ചെയ്തു. പടച്ചവനെ പ്രതിസന്ധികൾ തരുമ്പോ, നൊമ്പരങ്ങൾ തരുമ്പോ, വേദനകൾ തരുമ്പോ, യാതനകൾ തരുമ്പോ തളത്തല്ല അല്ലാ, തളത്തല്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിസന്ധികളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും തരുമ്പോ ഒരിക്കലും നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹിനോട് പരാതി പറയരുത്. അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് പറയണം, അല്ലാഹുവേ, ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ നീ തളത്തല്ലേ അല്ലാ എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ദുആ ചെയ്യണമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുണ്ട് കടങ്ങൾ വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ ആത്മഹത്യ ചെയ്യുന്ന ചില ആളുകളുണ്ട്.
കടങ്ങൾ വരുമ്പോ ആത്മഹത്യ ചെയ്യുന്ന ചില ആളുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരിക്കലും ഞാനും നിങ്ങൾ കടങ്ങൾ വന്നാലും എന്ത് രോഗങ്ങൾ വന്നാലും ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിനെപ്പറ്റി പരാതി പറയാൻ പാടില്ല. അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാ, ഈ പ്രതിസന്ധിയിൽ എന്നെ തളർത്താതെ എന്നെ നീ വിജയിപ്പിക്കണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യണം. അള്ളാഹു നീ കബൂലാക്കണേ അല്ലാ, അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ ചെറിയ മക്കൾ മരണപ്പെട്ടു പോയി ഉസ്താദേ. എന്താ പറയണേ? ചെറിയ മക്കൾ വിട പറഞ്ഞു പോയി ഉസ്താദേ. ഞാൻ പറയാ, ഏത് സമയത്തും അസ്റായീൽ കടന്നു വന്ന എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കാം. വഅദ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വഅദ് കേട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉറൂസ് കമ്മിറ്റിയുടെ പരിപാലകരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അസ്റായീലിന്റെ പ്രിയപ്പെട്ടവരെ ഏത് സമയത്ത് നമ്മുടെ ചാരത്തേക്ക് കടന്നു വരാം. അത് വലിയവരെന്നില്ല, ചെറിയവരെന്നില്ല, പ്രായമുള്ളവരെന്നില്ല, രോഗമുള്ളവരെന്നില്ല, രോഗമില്ലാത്തവരെന്നില്ല. ഏത് സമയത്തും അസ്റായീലിന്റെ പ്രിയപ്പെട്ടവർ എന്റെയും നിങ്ങളുടെ റൂഹ് വന്ന് കടന്നു പിടിക്കാം. എന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ചെറിയ മക്കളുടെ റൂഹ് പിടിക്കുമ്പോ 5 വയസ്സുള്ള, 6 വയസ്സുള്ള, 4 വയസ്സുള്ള, 2 വയസ്സുള്ള, 1 വയസ്സുള്ള ചെറിയ കുട്ടികളുടെ റൂഹ് പിടിക്കുമ്പോ അലമുറയിട്ട് കരയുന്നവരോട് ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ചരിത്രം പറയാ, പഠിച്ചുകൊള്ളുക. ഒരു ചരിത്രം പറയാ, പഠിച്ചുകൊള്ളുക. ചെറിയ മക്കൾ വിട പറഞ്ഞു പോയവരാണെങ്കിൽ, ചെറിയ മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരാണെങ്കിൽ, ചെറിയ മക്കള് അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് അസ്റായീൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ കരയാൻ പാടില്ല, ഒരിക്കലും നിങ്ങൾ തളരാൻ പാടില്ല. ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാ, സഹാബാ, പ്രതിസന്ധികൾ വരുമ്പോ തളരാൻ പാടില്ല. ലോകത്തിന്റെ പ്രവാചകനതാ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ ഒരാളിങ്ങനെ കടന്നു വരികയാ, ഒരു സഹാബി ഇങ്ങനെ കടന്നു വരികയാ. സഹാബിയതാ കടന്നു വരുമ്പോ ഒരു ചെറിയ മകനുമായി കടന്നു വരികയാ. ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് ഒരു ചെറിയ മകനുമായി കടന്നു വരികയാ. ചെറിയ മകനതാ കടന്നു വരുമ്പോ ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ അടുത്തേക്ക് വിളിക്കുകയാ. എന്നിട്ടാ പൊന്നുമോന് ചുംബനം കൊടുക്കുകയാ. പടച്ചവനേ, റസൂലുള്ളയാ പൊന്നുമോനെ ചുംബിക്കുകയാ. എന്നിട്ടതാ കളിപ്പിക്കുകയാ. ദിവസങ്ങൾ കഴിയുമ്പോ പൊന്നുമോനെ കാണാനില്ല, അറിയാനില്ല. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ നോക്കുമ്പോ വാപ്പയതാ തനിച്ചതാ കടന്നു വരികയാ. റസൂലുള്ളയുടെ ചാരത്തേക്ക് വാപ്പയുണ്ടല്ലോ തനിച്ചു വരികയാ. വാപ്പയതാ തനിച്ചു വരുമ്പോ ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് പടച്ചവനെയാ സഹാബിയോട് ചോദിക്കുകയാ, എവിടെ ചെറിയ മകനെവിടെ, ചെറിയ മകനെവിടെ? ലോകത്തിന്റെ പ്രവാചകനോട് വാപ്പയതാ പറയുകയാ, മാതയാ റസൂലല്ലാ, എന്റെ ചെറിയ മകനുണ്ടല്ലോ മരിച്ചു പോയി നബിയേ, വിട പറഞ്ഞു നബിയേ, ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ കരയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പില് ഈ പറഞ്ഞ സഹാബിയുണ്ടല്ലോ, ഈ പറഞ്ഞ പൊന്നുമോന്റെ വാപ്പയുണ്ടല്ലോ കരയുകയാ, നിലവിളിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, കരയല്ലേ സഹാബാ. കരയുന്ന സഹാബിയോട് പറയുകയാ, കരയല്ലേ, വേദനിക്കല്ലേ, നൊമ്പരപ്പെടല്ലേ, വിഷമിക്കല്ലേ എന്ന് പറയുകയാ. ആ സഹാബിയതാ കരഞ്ഞുകൊണ്ട് പറയുകയാ, താങ്ങാൻ കഴിയുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല, വേദനയാ, നൊമ്പരമാ, സങ്കടമാ. ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, കരയാൻ പാടില്ല. വാപ്പയോടെന്റെ പ്രിയമുള്ളവരെ, ചെറിയ മകൻ നഷ്ടപ്പെട്ട വാപ്പയോട് പറയുകയാ, സങ്കടപ്പെടല്ലേ, ഞാനൊരു കാര്യം പറയാം. ഈ കാര്യമതാ കേട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ കരയില്ലോ, സന്തോഷിക്കുമെന്ന് പറയുകയാ. പ്രവാചകനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഏതാണ് നബിയേ സന്തോഷിക്കാനുള്ള കാര്യമുണ്ടല്ലോ, സന്തോഷിക്കാനുള്ള അവസ്ഥയുണ്ടല്ലോ, ഏതാണ് നബിയേ?
മദീനയുടെ നായകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ ഞാനും നിങ്ങളുമുണ്ടല്ലോ വിട പറയുകയാ, മരിക്കുകയാ. പടച്ചവനെ, നാട്ടുകാര് കടന്നു വരികയാ, ജനാസയുടെ ചാരത്തേക്ക് സർവരുമുണ്ടല്ലോ കടന്നു വരികയാ, കൂട്ടുകാര് കടന്നു വരികയാ, കൂടപ്പറപ്പീങ്ങള് കടന്നു വരികയാ, അയൽവാസികള് കടന്നു വരികയാ, ശത്രുക്കളതാ കടന്നു വരികയാ, ബന്ധുമിത്രാദികളതാ കടന്നു വരികയാ, സർവരും അതോ കടന്നു വരികയാ. പടച്ചവനെ കുളിപ്പിക്കുകയാ, പടച്ചവനെ കഫം പുടവയിൽ പൊതിയുകയാ, എന്നിട്ടതോ അത്തറ പൂശുകയാ, പടച്ചവനെ സന്തൂക്കിലേക്ക് കയറ്റുകയാ. ലോകത്തിന്റെ പ്രവാചകനോട് ആയിഷ ബീവി ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഒരു മയ്യത്തിനോ ഒരു ജനാസയ്ക്കോ ഏറ്റവും കൂടുതൽ വേദനയെടുക്കുന്ന സമയമുണ്ടല്ലോ, എപ്പോഴാണ് നബിയേ, എപ്പോഴാണ് റസൂലേ? ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ഒരു മയ്യത്തിനെ സന്തൂക്കിലേക്ക് കയറ്റുകയോ അവിടെ നിന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിന്ന് ഇറക്കുമ്പോ താങ്ങാൻ സഹിക്കാൻ കഴിയൂല. എന്നെയും നിങ്ങളെയും അതാ സന്തൂക്കിൽ കയറ്റുകയാ. ഇന്ന് വരെ പള്ളി കാണാത്തവരെ, ഇന്ന് വരെ പള്ളിയുടെ കാർപ്പറ്റ് കാണാത്തവരെ, എന്നെയും നിങ്ങളെയും ഉണ്ടല്ലോ പടച്ചവനെ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അവിടെ നിന്നതോ 6 അടി മണ്ണിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പാടി പറഞ്ഞത്, ഖബറന്നു കേട്ടോൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻവോ വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരോ മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാനാ. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ അറിയാതെ കരയണമെന്ന് പ്രിയമുള്ള കർണാടകക്കാരെ. എന്തെന്നറിയോ? പാമ്പുള്ള ഖബറാണ് അല്ലോ, തേലുള്ള ഖബറാണ് അല്ലോ, നെരുക്കമുള്ള ഖബറാണ് അല്ലോ. പടച്ചവനെ, എന്നെയും നിങ്ങളെയും ഉണ്ടല്ലോ ഖബറിലേക്കതോ ഇറക്കി വെക്കുകയാ. സർവരും പിരിഞ്ഞു പോകുകയാ, മൂടുപലക വെക്കുകയാ, മണ്ണിങ്ങനെ വാരിയിടുകയാ. സർവരുമുണ്ടല്ലോ കടന്നു പോകുമ്പോ ഞാനും നിങ്ങളുമുണ്ടല്ലോ പേടിച്ച് വിറങ്ങലിച്ചുകൊണ്ട് കരയുകയാ. ഒന്നാമത്തെ ഊത്തത ഊതി കഴിയുമ്പോ ലോകമുണ്ടല്ലോ അവസാനിക്കുകയാ. രണ്ടാമത്തെ ഊത്തത ഊതി കഴിയുമ്പോ ഞാനും നിങ്ങളും അതോ പടച്ചവന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാ. ചെമ്പിന്റെ തറയാണ് അല്ലോ, കിലോമീറ്റർ കണക്കാനോ ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ തലയുടെ തൊട്ടുമുകളില് കടന്നു വന്നുകൊണ്ട് കത്തിച്ചൊലിക്കുമ്പോ ഞാനും നിങ്ങളുമുണ്ടല്ലോ അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. സ്വർഗമാണോ നരകമാണോ അദാബാണോ ഹൗദുൽ കൗസറാണോ നന്മയുടെ പ്രതിഫലമാണോ അർശിന്റെ തണലാണോ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിലവിളിക്കുമ്പോ അല്ലാഹുവേ, ചെറിയ മക്കള് മരിച്ചവരുണ്ടോ? ചെറിയ മക്കള് വിട പറഞ്ഞവരുണ്ടോ? ഉസ്താദേ, കൊഞ്ചിച്ചു കൊതി തീർന്നില്ലോ, മുത്തം കൊടുത്ത് കൊതി തീർന്നില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവരോട് പറയുകയാ, പാടില്ല, പാടില്ല. ചെറിയ മക്കള് മരിച്ചവരെ, നിങ്ങളെ മരിച്ചുപോയ മക്കളുണ്ടല്ലോ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് കടന്നു വരികയാ. എന്നിട്ടതാ അല്ലാഹുവോട് പറയുകയാ, അല്ലാ, എന്റെ വാപ്പയാണ് റബ്ബേ, എന്റെ ഉമ്മയാണ് റബ്ബേ, അവരോടൊപ്പം ദുനിയാവിന്റെ തൊലിപ്പുറത്ത് ജീവിച്ച് കൊതി തീർന്നില്ല അല്ലാ, അവരെ കടത്തിവിടണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കഴിയുമെന്ന് എന്നെയും നിങ്ങളെയും ഉണ്ടല്ലോ അവർക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, കരയല്ലേ, നിങ്ങൾ
നിങ്ങളുടെ മരിച്ചുപോയ വാപ്പയും ഉമ്മയും നിങ്ങളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ട ചെറിയ മക്കള് നാളെ നിങ്ങളെ അൽഹംദുലില്ലാഹ് സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പറയണേ, ചെറിയ മക്കൾ മരിച്ചാൽ ഒരിക്കലും കരയാൻ പാടില്ല, ഒരിക്കലും കരയാൻ പാടില്ല. അവര് നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് പറയാ, നമ്മുടെ വീട്ടില് ഒരു മരണം നടന്നാൽ, നമ്മുടെ വീട്ടില് നമ്മുടെ വാപ്പ മരിച്ചാൽ, നമ്മുടെ വീട്ടില് നമ്മുടെ ഉമ്മ മരിച്ചാൽ, നമ്മുടെ വീട്ടില് നമ്മുടെ ബന്ധുമിത്രാദികൾ മരിച്ചാൽ ഒരിക്കലും നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ കരയരുത്, സങ്കടപ്പെടരുത്. അവരുടെ ചാരത്തിരുന്ന് ഖുർആൻ ഓതിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് വേണ്ടി ഞാനും നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അതുകൊണ്ട് പറയാ, ചെറിയ മക്കൾ മരിച്ചവരുണ്ടെങ്കിൽ എഴുതി വെച്ചോ, നാളെ നിങ്ങളെ അവർ സ്വർഗ്ഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാ. ഒരിക്കല് ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുന്നുണ്ട്, അസ്റായിൽ ചെറിയ കുട്ടികളുടെ റൂഹ് പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലും. അസ്റായില് ചെറിയ കുട്ടികളുടെ റൂഹ് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലും. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെ അസ്റായിലിനോട് ചോദിക്കും, അസ്റായിലേ, എടാ ചെറിയ കുട്ടികളുടെ റൂഹ് പിടിക്കാൻ എങ്ങനെ തോന്നി? ചെറിയ കുട്ടികളുടെ റൂഹ് പിടിക്കാൻ എങ്ങനെ മനസ്സ് വന്നു? ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അസ്റായിൽ പറഞ്ഞു, അല്ലാ, ചെറിയ മക്കളുടെയും വലിയവന്റെയും പൈസയുള്ളവന്റെയും പാവപ്പെട്ടവന്റെയും മിസ്കീനിന്റെയും റൂഹ് പിടിക്കാൻ അനുവാദം തന്നത് നീയാണല്ലാ. പണ്ഡിതന്റെയും പാമരന്റെയും പാവപ്പെട്ടവന്റെയും എല്ലാവരുടെയും റൂഹ് പിടിക്കാൻ എനിക്ക് അനുവാദം തന്നത് നീയാണല്ലാ. അതുകൊണ്ട് ഞാൻ റൂഹ് പിടിച്ചതാണല്ലാ എന്നാര് പറയും? എന്റെ പ്രിയപ്പെട്ടവരെ അസ്റായിൽ അള്ളാഹുനോട് പറയും. ആ സമയത്ത് അള്ളാഹു ചോദിക്കും, അസ്റായിലേ, നീ ഈ ചെറിയ മക്കളുടെ റൂഹ് പിടിക്കണ സമയത്ത് ആ ചെറിയ കുട്ടികളുടെ മാതാപിതാക്കളുടെ അവസ്ഥ എന്താ? അസ്റായിലേ, ചെറിയ മക്കളുടെ റൂഹ് പിടിക്കുമ്പോ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്താ? ആ സമയത്ത് അസ്റായിൽ പറയുന്നു, അല്ലാ, അത്ഭുതമാ പടച്ചവനെ, അത്ഭുതമാ പടച്ചവനെ. അള്ളാഹു ചോദിക്കും, അസ്റായിൽ അവരെന്താ പറയണത്? അള്ളാഹുവേ, ചെറിയ മക്കൾ മരിച്ച സമയത്ത് ഈ ചെറിയ കുട്ടികളുടെ മാതാപിതാക്കൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അല്ലാ എന്താ പറഞ്ഞേ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അല്ലാ ആ സമയത്ത് അള്ളാഹു ജിബ്രീലിനോട് പറയും, ജിബ്രീലേ, അൽഹംദുലില്ലാ പറഞ്ഞ മാതാപിതാക്കൾക്ക്, ചെറിയ മക്കൾ മരിച്ചപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ മാതാപിതാക്കൾക്ക് ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു കൊട്ടാരം സ്വർഗ്ഗത്തിൽ പണിതു കൊടുക്കണമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയണേ, ചെറിയ മക്കൾ മരിച്ചാലും വലിയവര് മരിച്ചാലും എന്ത് പ്രതിസന്ധി നമ്മുടെ വീട്ടിൽ വന്നാലും, വിദേശ രാജ്യത്ത് പാവപ്പെട്ട പ്രവാസികൾ നമ്മുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരിച്ചാൽ അവരുടെ മയ്യത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഒരിക്കലും നമ്മൾ സങ്കടപ്പെടരുത്. അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരോട് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ കരയല്ലേ, ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടല്ലേ, ഒരിക്കലും നിങ്ങൾ വിഷമിക്കല്ലേ. ആദരവാകുന്ന പ്രവാചകന്റെ വേദനിപ്പിക്കുന്ന ചരിത്രമാ. അല്ലാഹുവിന്റെ റസൂലിന്റെ എത്രയോ ചെറിയ മക്കള് ഈ ദുനിയാവിൽ നിന്നും എന്റെ പ്രിയമുള്ളവരെ വിട പറഞ്ഞല്ലോ. എന്നിട്ടതാ പ്രവാചകൻ ആത്മഹത്യ ചെയ്തില്ല, സങ്കടപ്പെട്ടില്ല, കരഞ്ഞില്ല. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ പടച്ചവനെ ഖദീജ ബീവിയെ ഉണ്ടല്ലോ വിവാഹം ചെയ്യുകയാ, നിക്കാഹ് ചെയ്യുകയാ. പടച്ചവനെ മാസങ്ങൾ കഴിയുമ്പോ ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ ബീവി അതോ ഗർഭിണിയാകുകയാ. കാസിം എന്ന് പറയുന്ന പൊന്നുമോനെയുണ്ടല്ലോ പ്രസവിക്കുകയാ. ഒരു ദിവസം ഖദീജ ബീവി ഉണ്ടല്ലോ, ഖദീജ ബീവി എന്റെ പ്രിയമുള്ളവരെ തന്റെ പൊന്നുമോനാകുന്ന കാസിം എന്ന് പറയുന്ന പൊന്നുമോന് മുലപ്പാല് കൊടുക്കുകയാ, പാല് കൊടുക്കുകയാ. അങ്ങനെ അതാ പാല് കൊടുക്കുമ്പോ പടച്ചവനെ മിനിറ്റുകൾ കഴിയുമ്പോ, പടച്ചവനെ മണിക്കൂറുകൾ കഴിയുമ്പോ കാസിം എന്ന് പറയുന്ന പൊന്നുമോനുണ്ടല്ലോ നാദാ അനങ്ങുന്നില്ല, അനങ്ങാതെ കിടക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനതാ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ഉണ്ടല്ലോ കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, യാ റസൂലല്ലാഹ്,
കാസിം എന്ന് പറയുന്ന നമ്മുടെ പൊന്നുമോന് മരിച്ചുപോയി നബിയേ, താങ്ങാൻ കഴിയുന്നില്ല നബിയേ. ആദരവാകുന്ന പ്രവാചകനുണ്ടല്ലോ, പൊന്നുമോന് മുത്തം കൊടുക്കുകയാ. എന്നിട്ടതാ പറയുകയാ, കരയുന്ന ഖദീജ ബീവിയോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, കരയല്ലേ, സങ്കടപ്പെടല്ലേ, വേദനിക്കല്ലേ. ഫഇന്നല്ലാഹ വക്കല ലഹു മുർളിയൻ ഫിൽ ജന്നാ. കാസിം എന്ന് പറയുന്ന പൊന്നുമോൻ സ്വർഗത്തില് മുലപ്പാല് കൊടുക്കാൻ ഒരാളുണ്ടെന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ സ്നേഹത്തോടുകൂടി പറയുകയാ, മക്കളതാ നഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹുവിന്റെ റസൂല് എത്രയോ മക്കൾ നഷ്ടപ്പെട്ടവരോ സ്വന്തം കൈകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഖബറിലേക്ക് ഇറക്കി വെച്ചവരാ. അതുകൊണ്ട് പറയുകയാ, കരയാൻ, വേദനിക്കാൻ, നൊമ്പരപ്പെടാൻ, സങ്കടപ്പെടാൻ പാടില്ല. അതിലെന്തോ ഹൈറുണ്ട്, അതിലും മികച്ചത് എന്തോ ഹൈറുണ്ടല്ലോ അല്ലാഹു തരുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കും നിങ്ങൾക്കും വേണ്ടതാ. എന്നാതോ പരീക്ഷണങ്ങളിൽ പതറാതെ ജീവിക്കാൻ സൗഭാഗ്യം തരണേ അല്ലോ, കബൂലാക്കണേ അല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ എത്രയോ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ ഖബറിലേക്ക് ഇറക്കി വെച്ചവരാ. അതുകൊണ്ട് നമ്മുടെ മക്കൾ നഷ്ടപ്പെടുമ്പോ ഒരിക്കലും നമ്മൾ കരയാൻ പാടില്ല. ചില ആളുകളുണ്ട്, കടങ്ങൾ വന്നാൽ ആത്മഹത്യ ചെയ്യും, കടങ്ങൾ വന്നാൽ ആത്മഹത്യ ചെയ്യും. ഞാന് ഒരു 2 കൊല്ലം മുമ്പ് കർണാടകയിൽ ഒരു സ്ഥലത്ത് വയലിന് വന്നപ്പോ ഒരു വീട്ടില് ഭക്ഷണം കഴിക്കാൻ ചെന്നതാ. എന്റെ മുമ്പില് 4 ചെറുപ്പക്കാര് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനുണ്ട്. അതില് 3 പേരുടെ മുഖം വല്ലാത്ത സങ്കടം, 3 പേരുടെ മുഖം വല്ലാത്ത സങ്കടം. 4-മത്തവന്റെ മുഖത്ത് ഭയങ്കര പുഞ്ചിരി. ഞാൻ വന്നിറങ്ങിയപ്പം തൊട്ട് ഓന്റെ മുഖത്ത് ഭയങ്കര പുഞ്ചിരി. അല്ലാഹുവേ, ഞാൻ ഈ 3 പേരോട് ചോദിച്ചു, നിങ്ങളുടെ മുഖത്തെന്തേ വല്ലാത്ത സങ്കടം, നിങ്ങളുടെ മുഖത്തെന്തേ വല്ലാത്ത വിഷമം? അവര് പറഞ്ഞ, ഉസ്താദേ, ഞങ്ങളൊരു ബിസിനസ് തുടങ്ങി ഉസ്താദേ, അത് പൊട്ടി തകർന്നു, നഷ്ടമായി ഉസ്താദേ. ഏകദേശം 3.5 കോടി രൂപ ഞങ്ങൾക്ക് ഓരോ ആളുകൾക്കും നഷ്ടമുണ്ട്. അതിന്റെ സങ്കടമാണ്, അതിന്റെ സങ്കടമാണ്. ഞാൻ ഈ 4-മത്തവനോട് ചോദിച്ചു, എടാ, നിനക്ക് പ്രതിസന്ധി, സങ്കടവും നൊമ്പരവും ഒന്നുമില്ലേ? നിന്റെ മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയാണല്ലോ. ആ 4-മത്തെ ആള് പറഞ്ഞു, ഉസ്താദേ, ഇവരുടെയൊക്കെ ഹെഡ് ഓഫീസ് ഞാനാ, ഇവരുടെ തലവൻ ഞാനാ. ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല. ഉസ്താദേ, ഈ 3 പേരെയും കൊണ്ട് ബിസിനസ്സിൽ ചേർത്തിരിക്കണത് ഞാനാ, ഞാനും അതിലുണ്ട്. എനിക്ക് 7.5 കോടി രൂപ നഷ്ടം ഉസ്താദേ. ഞാൻ ചോദിച്ചു, നിനക്ക് സങ്കടമില്ലേ, നിനക്ക് വേദനയില്ലേ, നിനക്ക് നൊമ്പരമില്ലേ, പ്രതിസന്ധിയില്ലേ, രാത്രി ഉറങ്ങാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ അദ്ദേഹം പറയാ, അല്ല എന്റെ കൂടെയുണ്ട്, അല്ല എന്റെ കൂടെയുണ്ട്. അതല്ല തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത്, ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവനിക്ക് കൊടുക്കണം എന്താ? ഒരാളെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാൻ അവനിക്ക് അള്ളാഹു കൊടുക്കുന്ന അടയാളം എന്താ? അള്ളാഹു അവനിക്ക് പരീക്ഷണം കൊടുക്കുന്ന, അള്ളാഹു അവനിക്ക് പരീക്ഷണം കൊടുക്കുന്ന. ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ, കടങ്ങളുണ്ട് ഉസ്താദേ, ഉസ്താദേ, മക്കളില്ല ഉസ്താദേ, ഉസ്താദേ 26-27 വയസ്സായി പെണ്ണ് കിട്ടണില്ല ഉസ്താദേ, ഉസ്താദേ കച്ചവടം ശരിയാകുന്നില്ല ഉസ്താദേ എന്ന് പറയുന്ന പാവങ്ങളുണ്ട്. ഞാൻ പറയാ, അള്ളാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനിക്ക് അള്ളാഹു ധാരാളം പരീക്ഷണം കൊടുക്കുമെന്ന് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിലപ്പോ കുടുംബ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകൂല, ചിലപ്പോ കുടുംബ ജീവിതത്തിൽ തകർച്ചയുണ്ടാകാം, ചിലപ്പോ പ്രതിസന്ധികളും നൊമ്പരങ്ങൾ ഉണ്ടാകാം. ഞാൻ പറയാ, അതെല്ലാം അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, എല്ലാ സങ്കടങ്ങൾക്കും ശേഷം ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. ഇന്ന് നടന്നു പോകുന്നവൻ ചിലപ്പോ നാളെ കാറിൽ പോകാം, നാളെ കാറിൽ പോകുന്നവൻ ചിലപ്പോ നടന്നു പോകാം. ഇന്ന് വീടുള്ളവന്റെ വീട് നാളെ ചിലപ്പോ തകരാം. ഇന്ന് ഭവനമുള്ളവരുടെ വീട് നാളെ എന്റെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോകാം. ഇന്ന് ജീവനുള്ള ഞാനും നിങ്ങളും നാളെ എന്റെ പ്രിയപ്പെട്ടവരെ ഖബറിൽ കിടക്കേണ്ടി വരാം. അതാ പറയണേ, എല്ലാ സങ്കടങ്ങൾക്കും ശേഷം ഒരു സന്തോഷം
സന്തോഷമുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരിക്കലും തളരാൻ പാടില്ല, ഒരിക്കലും വേദനിക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഒരു മരിപ്പ് നടക്കുമ്പോ ചില സഹോദരിമാരുണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ മയ്യത്തിന്റെ ചാര വന്നിട്ട് അവരുടെ മുടിയും അവരുടെ മാറും ഒക്കെ കാണിച്ചിട്ട് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കരഞ്ഞ് നിലവിളിക്കണ ചില പെങ്ങന്മാരുണ്ട്. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ കരയാൻ പാടില്ല. നഷ്ടം നഷ്ടമാ. ഭർത്താവ് മരിച്ചാൽ അതെന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടം നഷ്ടം തന്നെയാ. പക്ഷേ ഇന്ന് ചില ചങ്ങാതിമാരുണ്ട്, ഭർത്താവ് എന്ന് പേര് മാത്രമേ ഉള്ളൂ, ഭർത്താവെന്ന് പേര് മാത്രമേ ഉള്ളൂ. കള്ളു കുടിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ കഞ്ചാവ് കുടിച്ച് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഭാര്യയെ തല്ലുന്ന ചില ആളുകളുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. എന്നോട് ഇന്നൊരു സഹോദരി പറഞ്ഞ, ഉസ്താദേ എന്റെ ഭർത്താവ് കള്ളു കുടിക്കൂ ഉസ്താദെ, കള്ളു കുടിച്ചിട്ട് എന്റെ വീട്ടിൽ വരൂ ഉസ്താദെ, എനിക്ക് ജോലിയുള്ളത് കൊണ്ട് മാത്രമാണ് എന്റെ മക്കൾ ഇന്ന് ജീവിച്ചു പോണത്. ഞാൻ ചോദിച്ചു, വീട്ടിൽ ഒരു സാധനവും അയാൾ വാങ്ങിച്ചു തരൂലേ? ഉസ്താദേ ആഴ്ചയിൽ 8,000 10,000 രൂപ ഒക്കെ അദ്ദേഹത്തിന് കിട്ടാറുണ്ട്, പക്ഷേ ഒരു തരി അരി പോലും എന്റെ വീട്ടിലേക്ക് അയാൾ മേടിച്ചു തരാറില്ല. ഞാൻ തന്നെയാണ് എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണതെന്ന സാധുവായ സഹോദരി എന്റെ പ്രിയപ്പെട്ടവരെ കരഞ്ഞുകൊണ്ട് പറയുമ്പോ ഞാൻ പറയാ, എന്റെ പ്രിയപ്പെട്ടവരെ ഭർത്താവെന്ന് പേരിന് മാത്രം അയാൾ പോരാ, ഭർത്താവ് പേര് മാത്രമായാ പോരാ, അവർക്ക് ചെലവ് കൊടുക്കാൻ കഴിവുണ്ടെങ്കിലും മാത്രം എന്റെ പ്രിയപ്പെട്ടവരെ അവരെ നിക്കാഹ് ചെയ്യുക. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, ഈമാൻ നൽകട്ടെ. ഒരിക്കല് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് സ്വർഗത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പോകുന്നത് സ്വപ്നം കണ്ടു. എന്താ പറയണേ? നബിതങ്ങള് സ്വർഗത്തിലേക്ക് പോകുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സ്വപ്നം കണ്ടു. മദീനയുടെ നായകനാകുന്ന നബിതങ്ങളതാ കിനാവില് കാണുകയാ. എന്താണ് കണ്ടതെന്നറിയോ? എന്താണ് കണ്ടതെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ സ്വർഗത്തിലേക്ക് ഞാനതാ കടന്നു പോകുമ്പോ ഒരു പെണ്ണതാ കടന്നു വരികയോ, ഒരു പെണ്ണതാ കടന്നു വരികയോ, ഒരു പെണ്ണതാ കടന്നു വരികയാ. ആ പെണ്ണതാ കടന്നു വന്നിട്ട് റസൂലുള്ളാഹിയുടെ ചാരത്തെ കൊണ്ടല്ലോ കടന്നു വരികയാ. റസൂലുള്ളാഹിയുടെ ചാരത്ത് വന്നുകൊണ്ട് നിൽക്കുകയാ. സ്വർഗത്തിന്റെ കവാടമോ, സ്വർഗത്തിന്റെ കവാടത്തിന്റെ വാതിക്കലുണ്ടല്ലോ, ഈ പെണ്ണിങ്ങനെ കടന്നു വരികയോ റസൂലുള്ളാഹിയുടെ ചാരത്ത് നിൽക്കുകയാ. റസൂലുള്ളാഹിയതാ ജിബ്രീലിനോട് ചോദിക്കുകയാ, ഇതാരാണ് ജിബ്രീലേ, ഇതാരാണ് ജിബ്രീലേ? ലോകത്തിന്റെ പ്രവാചകനോട് ജിബ്രീലതാ പറയുകയാ, ഇതാരെന്നറിയോ, ഇതാരെന്നറിയോ? ഇംറഅത്തും മാത അൻഹാ സൗജുഹാ വതറക ലഹാ ഐതാമൽ സിആറാ. ഇതൊരു പെണ്ണാണ് നബിയേ, ഇതൊരു പെണ്ണാണ് നബിയേ. ഈ പെണ്ണിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഇത് ഭർത്താവ് മരിച്ച പെണ്ണോ, ഇത് വിധവയായ പെണ്ണോ, ഇത് ഭർത്താവ് മരിച്ച പെണ്ണോ. ഈ പെണ്ണിനതാ 3 മക്കളുണ്ട് നബിയേ. ഈ മക്കൾക്കതാ പ്രായപൂർത്തി ആയിട്ടില്ല. ഭർത്താവ് മരിച്ചപ്പോ ഒരുപാട് പേര് ഈ പെണ്ണിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. എന്നിട്ടാ പെണ്ണിനോട് പറയുകയാ, പെണ്ണേ വേറെ ഒരു വിവാഹം ചെയ്തൂടെ? ആ പെണ്ണതാ പറയുകയാ, ഇല്ല ഇല്ല, സമ്മതമില്ല, അനുവാദമില്ല. ഭർത്താവ് മരിച്ചവര്, ഭാര്യ മരിച്ചവര്, അത് വല്ലാത്ത നഷ്ടമോ, അത് വല്ലാത്ത നഷ്ടമോ. എത്രയോ പേര് കരഞ്ഞുകൊണ്ട് പറയുന്നതാ, ഉസ്താദേ ജീവിച്ചു കൊതി തീർന്നില്ലോ, അസ്റായീൽ കടന്നു വന്നിട്ട് എന്റെ ഭർത്താവിന്റെ റൂഹ് പിടിച്ചല്ലോ, എന്റെ ഭാര്യയുടെ റൂഹ് പിടിച്ചല്ലോ എന്ന് പറയുന്നവരോട് പറയുകയാ, ക്ഷമിച്ചുകൊള്ളുക, ക്ഷമിച്ചുകൊള്ളുക. ലോകത്തിന്റെ പ്രവാചകനാ ചോദിക്കുമ്പോ ജിബ്രീലിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഇതാരാണെന്നറിയോ? ഇതൊരു ഭർത്താവ് മരിച്ച പെണ്ണാ. 10 കൊല്ലമായി നബിയേ, ഭർത്താവ് മരിച്ചിട്ട് 10 കൊല്ലമായി റസൂലേ. 3 മക്കളുണ്ട് നബിയേ. ഭർത്താവതാ മരിച്ചു കഴിയുമ്പോ പലരും അതാ കടന്നു വരികയാ. പെണ്ണിനോട് ചോദിക്കുകയാ, വേറെ ഒരു കല്യാണം കഴിച്ചൂടെ? ആ സമയത്തുണ്ടല്ലോ പെണ്ണതാ പറയുകയാ, ഇല്ല ഇല്ല, വേണ്ട വേണ്ട.
എന്നിട്ട് ആ 3 മക്കളെയുണ്ടല്ലോ ഈ പെണ്ണെന്റെ പ്രിയമുള്ളവരെ നോക്കുകയാ, ആ പെൺമക്കളെയുണ്ടല്ലോ വളർത്തുകയാ. ആ പെണ്ണാണ് നാളെ അതോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് പറയുമ്പോ ചെറുപ്പക്കാരാ, ഭാര്യതാ മരിക്കുമ്പോ, ഭർത്താവതാ മരിക്കുമ്പോ, ഏഴാകുന്നതിന് മുമ്പ്, 2 ദിവസം തികയുന്നതിന് മുമ്പ് ഏതെങ്കിലും പെണ്ണിന്റെ പിന്നാലെ, ഏതെങ്കിലും ചെറുക്കന്റെ പിന്നാലെ കച്ചകൂട്ടി ഇറക്കുന്നവരോട് പറയുകയാ, ഭർത്താവ് മരിക്കുമ്പോ, ഭാര്യ മരിക്കുമ്പോ അവരുടെ ജനാസയുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് കരയാൻ പാടില്ലോ, സങ്കടപ്പെടോ പാടില്ലോ. ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടില് ആരെങ്കിലും ഒരാളെന്റെ പ്രിയമുള്ളവരെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ, അസ്രായീൽ റൂഹ് പിടിച്ചാൽ അവരുടെ ചാരത്തേക്ക് കടന്നു വന്ന് കരയല്ലേ. പടച്ചവനെ, ഖുർആൻ എടുക്കുക, എന്നിട്ടതോ അവർക്ക് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ട് അല്ലാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യേണ്ടതാ. അല്ലാഹുവേ, കൊതി തീർന്നില്ല അല്ലാ, ഇവരെ നാളെ സ്വർഗത്തില് ഒരുമിപ്പിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. നബിതങ്ങള് നാളെ സ്വർഗത്തിൽ കടക്കുമ്പോ നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് ഭർത്താവ് മരിച്ചു പോയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ വേറെ ഒരു കല്യാണം കഴിക്കാതെ മക്കളെയും നോക്കി ജീവിക്കണവരാണെന്ന് ജിബ്രീൽ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കുമ്പോ, അല്ലാഹുവേ, ആ വിഭാഗത്തിൽ പടച്ചവനെ ഭർത്താവ് മരിച്ചുപോയ പാവപ്പെട്ട സഹോദരിമാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, റഹത്തിലാക്കണേ അല്ലാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ, ഭർത്താവ് മരിച്ചാൽ അത് നഷ്ടമാ, ഭാര്യ മരിച്ചാൽ അതെന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടമാ അല്ലേ. ഞാൻ പറയാ, ഇന്ന് പല ചെറുപ്പക്കാരും കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യം, ഉസ്താദേ ഭാര്യ മരിച്ചുപോയി ഉസ്താദേ, സങ്കടമാ. എന്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വടകരയിലുള്ള ഒരു സഹോദരൻ കരഞ്ഞിട്ട് പറഞ്ഞ, ഉസ്താദേ 5 കൊല്ലമായിട്ടുള്ള ഉസ്താദെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് എന്റെ ഭാര്യ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി, ക്യാൻസറാ. അല്ലാഹുവേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം നീ ഹറാമാക്കണേ അല്ലാ, ക്യാൻസർ എന്ന മഹാമാരിയെ തൊട്ട് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഞാൻ പറയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം എന്ന് പറയണത് വല്ലാത്ത സന്തോഷം, കുടുംബജീവിതം എന്ന് പറയണത് വല്ലാത്ത ഐശ്വര്യമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മാതൃകയാക്കേണ്ട കുടുംബജീവിതമാരാ, അത് ലോകത്തിന്റെ പ്രവാചകന്റെ കുടുംബജീവിതമാ. നമ്മൾ മാതൃകയാക്കേണ്ടത് ആരുടെ കുടുംബജീവിതമാ? അത് ലോകത്തിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിയുടെയും അലിയാരിതങ്ങളുടെയും കുടുംബജീവിതമാ. അല്ലാഹുവേ, നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലെ, ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ കെട്ടിയിട്ട് പെട്ടുപോയി ഉസ്താദേ, എന്താ പറയണേ, കെട്ടിയിട്ട് പെട്ടുപോയി ഉസ്താദ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ബാംബില് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യയെ നാളെ സ്വർഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ. ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല, മനസ്സിലായില്ല. ഒരാൾ ഒന്നും കൂടെ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ബാംബില് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിങ്ങൾക്ക് ലഭിച്ച, നിങ്ങൾ നിക്കാഹ് ചെയ്ത നിങ്ങളുടെ പെണ്ണിനെ നാളെ സ്വർഗത്തിൽ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കുക. ആരുമില്ല? അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാന് കഴിഞ്ഞ ദിവസം ഈ പുരുഷരക്കട്ടെ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കബക്ക ഭാഗത്ത് പുരുഷരക്കട്ടെ, അവിടെ വയല് പറയുമ്പോ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ലഭിച്ച ഭാര്യയെ നാളെ സ്വർഗത്തിൽ വേണ്ടവര് കൈവക്കാൻ. ഒരാളും കൈവക്കിയില്ല, ഒരാളും കൈവക്കിയില്ല. അപ്പൊ ഞാൻ ഓർത്തിന് എന്റെ ഭാഷ മനസ്സിലാകാനായിട്ടായിരിക്കും. ഞാൻ പിന്നെയും ചോദിച്ചു, ആംഗ്യത്തിലൊക്കെ കാണിച്ചിട്ട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഇവിടെ നിക്കാഹ് ചെയ്ത പെണ്ണിനെ നാളെ സ്വർഗത്തിൽ വേണ്ടവര് കൈവക്കാൻ. അപ്പോഴും പൊക്കിയില്ല. ഞാൻ മൂന്നാമത് പിന്നെയും ചോദിച്ചു, എടോ ഇവിടെ കിട്ടിയ ഭാര്യയെ നാളെ സ്വർഗത്തിൽ വേണ്ടവര് കൈവക്കാൻ. അപ്പൊ പുറകിൽ ഒരാൾ എണ്ണീച്ചിട്ട് വന്ന് ചെവിയിൽ പറയാ, ഉസ്താദേ ഇവിടെയോ സമാധാനം ഇല്ല, ഇനി അവിടെ എന്തിനാ ഉസ്താദേ. അല്ലാഹു നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നോട് ഒരു ഉമ്മ സങ്കടപ്പെട്ട് പറഞ്ഞ, ഉസ്താദേ എന്റെ മകനിക്ക് 26 വയസ്സുണ്ട്, എന്റെ മകന് 26 വയസ്സുണ്ട് ഉസ്താദേ, ഇവൻ വീട്ടിൽ കയറുന്നത് രാത്രി 2 മണിക്കാ ഉസ്താദേ. എന്താ പറഞ്ഞേ? വീട്ടിൽ കയറുന്നത് രാത്രി 1:30 മണി 2 മണിക്കാ. അങ്ങനെ ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു, ഇവനെ എങ്ങനെയെങ്കിലും രാത്രി 10 മണിക്ക് വീട്ടിൽ കയറ്റണം. ഞങ്ങൾ തീരുമാനിച്ചത് എന്താണെന്നറിയോ? ഇവനെ കൊണ്ടൊരു നിക്കാഹ് ചെയ്യിക്കണം, ഇവനെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കണം. അങ്ങനെ ഉസ്താദെ ഇവനെ കൊണ്ടൊരു കല്യാണമൊക്കെ ഞങ്ങൾ 26ാമത്തെ വയസ്സിൽ കഴിപ്പിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, ഉമ്മ ഇവൻ രാത്രി 10 മണിക്ക് വീട്ടിൽ കയറുന്നുണ്ടോ? ആ ഉമ്മ സങ്കടപ്പെട്ടിട്ട് പറയാം, ഉസ്താദേ കല്യാണത്തിന് മുമ്പ് വീട്ടിൽ കയറുന്നത് 1:30 മണിക്ക് 2 മണിക്ക്, കല്യാണത്തിന് ശേഷം വീട്ടിൽ കയറുന്നത് 3 മണിക്ക് 3:30 മണിക്ക്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാ, ആരുടെ കുടുംബജീവിതമായിരിക്കണം നമ്മുടെ മാതൃക?
ബഹുമാനപ്പെട്ട ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുടെയും ഖദീജ ബീവിയുടെയും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ അലിയാർ തങ്ങളുടെയും എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോ ഞാൻ പറയാം, ഫദ്ഫറു ബിദാത്തി ദീൻ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ കല്യാണാലോചന തിരഞ്ഞെടുക്കുമ്പോ നല്ല ദീനുള്ള ചെറുപ്പക്കാരെ എന്റെ പ്രിയപ്പെട്ടവരെ തിരഞ്ഞെടുക്കണം. നല്ല ദീനുള്ള ചെറുപ്പക്കാരെ തിരഞ്ഞെടുക്കണം. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാ, നിങ്ങളൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോ നല്ല ദീനുള്ള പെണ്ണിനെ നോക്കിയിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. ഇപ്പൊ കർണാടകയില് 100% പെണ്ണുങ്ങളും ഹിജാബ് ഇടുന്നവരാ. കർണാടകയിൽ 100% പെണ്ണുങ്ങളും ഹിജാബ് ഇടുന്നവരാ. ഉസ്താദെ ഹിജാബ് ഉണ്ടല്ലോ ഉസ്താദെ, ഓള് ദീനിയല്ലേ ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് കെട്ടാൻ നിൽക്കണ്ട, പെട്ടുപോകും. അള്ളാഹു കാത്തിരിക്കട്ടെ. ഓളുടെ സ്വഭാവവും ഓളുടെ കുടുംബവും സർവ്വതും നമ്മൾ എന്റെ പ്രിയപ്പെട്ടവരെ പരിഗണിച്ച് മാത്രം കെട്ടിയാൽ മതി. അള്ളാഹു കാത്തിരിക്കട്ടെ. ഇന്നിപ്പോ ചില ആളുകളുണ്ട്, എന്താപ്പാ പൈസ നോക്കിയിട്ട് മക്കളെ കെട്ടിച്ചു വിടും. പൈസ നോക്കിയിട്ട്, സ്ത്രീധനം നോക്കിയിട്ട് എവിടെ കാറ് കിട്ടുക അവിടെ നോക്കിയിട്ട് പെണ്ണ് കിട്ടുന്ന ചില ചെറുപ്പക്കാർ. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിക്ക് കല്യാണ പ്രായമായി. പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കല്യാണ പ്രായമായി. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, പടച്ചവനെ കല്യാണ പ്രായമാകുകയാ. എല്ലാവരും അതാ കടന്നു വരികയാ. ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. പൈസയുള്ളവരെ കടന്നു വരികയാ, സമ്പന്നരതാ കടന്നു വരികയാ, പാവപ്പെട്ടവരെ കടന്നു വരികയാ, സർവരും അതോ കടന്നു വരികയാ. എന്നിട്ടാ ലോകത്തിന്റെ പ്രവാചകനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പൊന്നുമോളാകുന്ന ഫാത്തിമയുണ്ടല്ലോ, വിവാഹം ചെയ്തു തരുമോ, നിക്കാഹ് ചെയ്തു തരുമോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, സമ്മതമില്ല, അനുവാദമില്ല. ആദരവാകുന്ന പ്രവാചകനതാ പറഞ്ഞു വിടുകയാ. അലിയാര് തങ്ങള് ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ അലിയാര് തങ്ങളോട് ചോദിക്കുകയാ, അലിയേ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാകുന്ന കരളിന്റെ കഷണമാകുന്ന ഫാത്തിമയുണ്ടല്ലോ, വിവാഹം ചെയ്യാൻ കഴിയുമോ അലിയേ? വിവാഹം ചെയ്യാൻ, നിക്കാഹ് ചെയ്യാൻ അനുവാദമാണോ? ആദരവാകുന്ന പ്രവാചകനോട് അലിയാർ തങ്ങൾ പറയുകയാ, സന്തോഷമാ, ആനന്ദമാ, സമ്മതമാ. പടച്ചവനെ ദിവസങ്ങളതാ കടന്നു പോകുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുപോലെ അലിയാർ തങ്ങള് പടച്ചവനെ നിക്കാഹ് ചെയ്യുകയോ, പടച്ചവനെ വിവാഹം ചെയ്യുകയാ. പടച്ചവനെ ആദിരാത്രിയാകുമ്പോ അലിയാർ തങ്ങളുണ്ടല്ലോ കിടപ്പറയിലേക്ക് കടന്നു വരികയാ. ഫാത്തിമയുണ്ടല്ലോ പടച്ചവനെ കടന്നു വരികയാ. ഫാത്തിമയുടെ തലയിലതോ അലിയാർ തങ്ങള് കൈവെക്കുകയാ. എന്നിട്ടതാ പടച്ചവനോട് ചൊല്ലാനുള്ള ദുആ ഉണ്ടല്ലോ ചൊല്ലുകയാ. പടച്ചവനെ അലിയാർ തങ്ങള് വിളക്കുണ്ടല്ലോ അണക്കാൻ പോകുമ്പോ അലിയാർ തങ്ങള് ഫാത്തിമയുടെ ചാരത്തിനും എണ്ണീച്ചിട്ട് വിളക്കിങ്ങനെ അണക്കുമ്പോ ഫാത്തിമയതാ കരയുകയാ, നൊമ്പരപ്പെടുകയാ, വിഷമിക്കുകയാ, ഏങ്ങലടിക്കുകയാ. അലിയാര് തങ്ങള് കരയുകയാ. അലിയാര് തങ്ങള് കരയുന്ന ഫാത്തിമയുടെ ചാരത്തേക്ക് അലിയാര് തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. എന്നിട്ടതാ ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ കരയുന്നതോ നൊമ്പരപ്പെടുന്നതോ എന്തിനാണ് ഫാത്തിമ? എന്നെ യഥാ ഇഷ്ടപ്പെട്ടില്ലേ? എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? എന്നോട് മുഹബത്തില്ലേ? എന്നോട് ഇഷ്ടമില്ലേ എന്നെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ ഫാത്തിമ യഥാ അലിയാർ തങ്ങളോട് പറയുകയാ, അൽഹംദുലില്ലാഹ്, ഇഷ്ടമാണ് അലിയേ,
അലിയാർ തങ്ങൾ ചോദിക്കുകയാ, പിന്നെന്തിനാ കരയുന്നത്, എന്തിനാ സങ്കടപ്പെടുന്നത്, എന്തിനാ നൊമ്പരപ്പെടുന്നത്? അലിയാർ തങ്ങളോട് പറയുകയാ, ഈ വിളക്കഥ അടച്ചു കിടന്നപ്പോ, ഈ വിളക്കഥ കെടുത്തി കിടന്നപ്പോ എനിക്കതോ ഖബറിന്റെ അകത്തെ ശിക്ഷയെ പറ്റിയിട്ട്, ഖബറിന്റെ അകത്തെ ജീവിതത്തെ പറ്റിയിട്ട് എനിക്കതോ തോന്നി അലിയേ. ഞാനാ ഖബറിന്റെ അകത്ത് കിടക്കുന്ന ചിന്തയെ പറ്റിയിട്ട് ആലോചിച്ചു പോയി അലിയെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ ബിവി കരണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ പറയുമ്പോ ഞാൻ പറയാ, ആ ജീവിതമായിരിക്കണം ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടുവരേണ്ടത്. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെങ്ങനെ 25 വയസ്സാകുമ്പോളെ പെണ്ണ് കെട്ടാൻ മുട്ടി നിൽക്കാം മിക്ക ചെറുപ്പക്കാർക്കും. അങ്ങനെ വാപ്പാനോട് പറഞ്ഞു 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 മഹറൊക്കെ അവിടെ നിന്ന് ഇവിടെ ഒപ്പിച്ചിട്ട് ഇപ്പൊ മിക്ക ചെറുപ്പക്കാരും ചെയ്യുന്നൊരു കാര്യമുണ്ട്. എന്താ ചെയ്യണേ? സ്വന്തം പൈസ കൊണ്ട് മഹർ വാങ്ങൂല. സ്വന്തം പൈസ കൊണ്ട് മഹർ വാങ്ങുമോ? മിക്ക ചെറുപ്പക്കാരും ചെയ്യണ ഒരു കാര്യമുണ്ട്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഇവനിക്ക് കുറച്ച് പൈസ കൊടുക്കും, പോക്കറ്റ് മണി കൊടുക്കും, 2 ലക്ഷം 3 ലക്ഷം കൊടുക്കും. ഇതെടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ജുവലറിയിൽ കൊണ്ട് കൊടുത്തിട്ട് പറയും മഹർ ഉണ്ടാക്കാൻ. അതാ മിക്ക ചെറുപ്പക്കാരും ചെയ്യണേ. ഞാൻ പറയാ, എന്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണം. നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മഹർ ഉണ്ടാക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു റാഹത്തിലേക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എല്ലാ പ്രതിസന്ധികളും നൊമ്പരങ്ങളും അള്ളാഹു മാറ്റി നൽകട്ടെ. അതായിരിക്കണം കുടുംബജീവിതം. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരെങ്ങനെ 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിയും, 26-ാമത്തെ വയസ്സിൽ കല്യാണം കഴിയും. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആദ്യ രാത്രിയിൽ ചെന്നിട്ട് ചൊല്ലാനുള്ള ദുആയും ചൊല്ലൂല, ഒന്നും പറയൂല, നേരെ ഓളുമായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കലാണ് ജീവിതമെന്നാണ് പല ആളുകളും ചിന്തിച്ചിരിക്കണേ. അല്ല അല്ല, 24-25 വയസ്സ് വരെ നമ്മൾ എങ്ങനെയാണോ ജീവിച്ചത് ആ ജീവിതമല്ല ഇനി മുന്നോട്ട് പോകേണ്ടത്. കൂടെ ഒരാൾ വന്നാൽ, കൂടെ ഒരു ഇണം വന്നു കഴിഞ്ഞാൽ ഫാത്തിമ ബീവി കലിയാർ തങ്ങളെ ലഭിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ടവർ ഒരു ഇണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വതും എന്റെ പ്രിയപ്പെട്ടവരെ മാറും. പക്ഷെ ഞാൻ പറയാ, ദീനുള്ളവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബിതങ്ങള് ഫാത്തിമ ബീവിയോട് പറയുന്നുണ്ട്, ഫാത്തിമ, ഈ പറയുന്ന ഒരു ദിക്ർ ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയണേ? ഈ പറയുന്ന ദിക്ർ ഫാത്തിമ ബീവിയോടും അലിയാർ തങ്ങളോടും പറയാ, ഫാത്തിമ, നീ നിന്റെ ഭർത്താവുമായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് കിടപ്പറയിൽ ഇരുന്നു കൊണ്ട് ഈ പറയുന്ന ദിക്ർ ആരെങ്കിലും ഒരാൾ ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലിയാൽ ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കടക്കാമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളൊക്കെ മനസ്സിൽ വിചാരിക്കും, ഉസ്താദേ ഇവിടെയോ പറ്റണില്ല, ഇവിടെയോ പറ്റണില്ല, അവിടെയെങ്കിലും സ്വസ്ഥത വേണ്ട ഉസ്താദ് എന്ന് പറയുന്നവരുണ്ട്. അല്ലെ, എല്ലാവരുടെയും ആഗ്രഹം നല്ല ഭാര്യ, എല്ലാവരുടെയും ആഗ്രഹം നല്ല ഭർത്താവ് എന്ന് പറയണേ. അല്ലെ, ഞാൻ പറയാ, നമ്മുടെ മക്കളെ കെട്ടുന്നവര് കള്ളു കുടിക്കുന്നവരാണെങ്കിൽ ഒരവസ്ഥയെന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ ഞാന് കൊല്ലത്ത് ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോ എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ മകളുടെ കല്യാണമാ. ഞാൻ ചോദിച്ചു, മകളെ കെട്ടാൻ പോകുന്ന ഭർത്താവിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താ, മദ്രസ വിദ്യാഭ്യാസം എത്രയാ? അയാൾ ചിരിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് കോടിക്കണക്കാൻ ആസ്തിയുണ്ട് ഉസ്താദേ, അതുകൊണ്ട് ഞാൻ മദ്രസ വിദ്യാഭ്യാസം ഒന്നും നോക്കിയിട്ടില്ല, കോടിക്കണക്കാൻ ആശയുള്ള ഒരു മരുമകൻ തന്നെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കണേ. എന്റെ മകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കണ ഭർത്താവ് നല്ല കോടീശ്വരനാ ഉസ്താദേ. അങ്ങനെ ഞാൻ ആ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു വരുന്നതിന് ഒരാഴ്ച മുമ്പ് എന്റെ റൂമിൽ വന്നിട്ട് ഈ വാപ്പ കരയാ. എന്താ കരയണേ, എന്താ സങ്കടപ്പെടണേ? ഉസ്താദേ, എന്റെ പ്രിയപ്പെട്ട മകളെ കെട്ടിയ ചെറുപ്പക്കാരൻ കള്ളു കുടിക്കും ഉസ്താദേ, കള്ളു കുടിക്കും ഉസ്താദേ. അവൻ കള്ളു കുടിച്ച് വന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ തല്ലു ഉസ്താദേ എന്നാ സാധുവായ സഹോദരൻ പറയുമ്പോ ഞാൻ പറയാ, ദീനുള്ളവർക്ക് നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയണം. അല്ലെ, എല്ലാവരുടെ ആഗ്രഹമാ കള്ളു കുടിക്കാത്ത ഭർത്താവ്, എല്ലാവരുടെ ആഗ്രഹമാ സിഗരറ്റ് വലിക്കാത്ത ഭർത്താവ്, എല്ലാവരുടെ ആഗ്രഹമാ ഈമാനുള്ള ഭർത്താവ്, എല്ലാവരുടെ ആഗ്രഹമാ 5 വക്ത് നിസ്കാരമുള്ള ഭർത്താവ്, എല്ലാവരുടെ ആഗ്രഹമാ സ്വാലിഹത്തായ ഒരു ഭാര്യ എന്ന് പറയുന്നത്. എല്ലാവരുടെ ആഗ്രഹമാണ് സ്വാലിഹത്തായ ഭാര്യ എന്ന് പറയുന്നത്. ഇപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നിപ്പോ പല ചെറുപ്പക്കാരും പല സഹോദര സഹോദരിമാരും യൂട്യൂബ് ബ്ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബില് ഭാര്യയുടെ വീഡിയോ എന്റെ പ്രിയപ്പെട്ടവർ അപ്ലോഡ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുന്ന ചില ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാടില്ല. ഭാര്യയുടെ സൗന്ദര്യം എന്റെ പ്രിയപ്പെട്ടവരെ നാട്ടുകാര് കാണാനുള്ളതല്ല.
ഭാര്യയുടെ സൗന്ദര്യം നിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് കാണാനുള്ളതല്ല. ഭാര്യയുടെ സൗന്ദര്യം നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ കാഴ്ചവെക്കാനുള്ളതല്ല. ഭാര്യയുടെ സൗന്ദര്യം അത് നിന്റെ കിടപ്പറയിൽ നിനക്ക് മാത്രമുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പറയാ, നല്ല ഭർത്താവിനെ വേണോ, നല്ല ഭാര്യ വേണോ? ഈ പറയുന്ന ദുആ ചൊല്ലിക്കോ. നല്ല ഭർത്താവിനെ വേണോ? ഫാത്തിമ ബീവിയെ പോലെ നല്ല സ്വഭാവമുള്ള പെണ്ണിനെ വേണോ? അലിയാർ തങ്ങളെ പോലെ നല്ല സ്വഭാവമുള്ള ഭർത്താവിനെ വേണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ, ആയത്തേതാ, ദുആയേതാ? എന്റെ പ്രിയമുള്ളവരെ, മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുകയാ, ഓർമ്മപ്പെടുത്തുകയാ, എഴുതിയെടുക്കാൻ കഴിയുന്നവരതാ എഴുതിയെടുക്കുക, കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്നവരെ പഠിച്ചുകൊള്ളുക. ആയത്തേതാ, ദുആയേതാ? 6000-ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നു. ഒരുപാട് അഹ്കാമുകളുള്ള, ഒരുപാട് അഖ്ബാറുകളുള്ള അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഓർമ്മപ്പെടുത്തുകയാ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ദുആ ചെയ്താൽ, ഓതിക്കഴിഞ്ഞാൽ ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, പടച്ചവനെ പണ്ഡിതന്മാര് പറയുകയാ, പടച്ചവനെ ആലിമീങ്ങള് പറയുകയാ, കുടുംബജീവിതത്തില് ഉസ്താദേ ബറക്കത്തുണ്ടെന്ന് 5 കൊല്ലമായി മക്കളില്ലാത്തവര്, 6 കൊല്ലമായി മക്കളില്ലാത്തവര്, 10 കൊല്ലമായി മക്കളില്ലാത്തവര്, 50 കൊല്ലമായി മക്കളില്ലാത്തവര് കരഞ്ഞോ, ദുആ ചെയ്തോ, കുടുംബജീവിതത്തിൽ ബറക്കത്തില്ലെന്ന് പറയുന്നവര് ദുആ ചെയ്തോ, ദുആ ചെയ്തോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നാദാ, നിറഞ്ഞിരിക്കുന്ന ആയിരങ്ങളുടെ കുടുംബജീവിതത്തില് ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ. ആദരവാകുന്ന പ്രവാചകന്റെ മനോഹരമാകുന്ന ചരിത്രമാ, ഫാത്തിമ ബീവിയുടെ മനോഹരമാകുന്ന ഗുണപാഠമുള്ള ചരിത്രമോ. ഉസ്താദേ, ഭാര്യയുടെ സ്വഭാവം ശരിയല്ല, വീട്ടിലുള്ള ഉമ്മയെ തല്ലുന്ന ഭാര്യയോ, വാപ്പയെ ബഹുമാനിക്കാത്ത ഭാര്യയോ എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നവര് പാടില്ല, പാടില്ല. 18 വയസ്സാകുമ്പോ നീ ഒരു പുതിയ വീട്ടിലേക്ക് കടന്നുപോയാൽ അവിടെയുള്ള ഭർത്താവിന്റെ ഉമ്മയുണ്ടല്ലോ, ഭർത്താവിന്റെ വാപ്പയുണ്ടല്ലോ, അത് നിന്റെ ഉമ്മയാ, അത് നിന്റെ വാപ്പയാ. എത്രയോ പെണ്ണുങ്ങളാ 18ാമത്തെ വയസ്സില് പടച്ചവനെ കല്യാണം കഴിയുകയാ, എന്നിട്ടാ ഭർത്താവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. അവിടത്തേക്ക് കടന്നു ചെന്നിട്ട് കുടുംബത്തിലെ പ്രശ്നമുണ്ടാക്കുന്ന പെങ്ങളെ, കുടുംബത്തില് പ്രതിസന്ധി ഉണ്ടാക്കുന്നു, കുടുംബത്തില് വേദനയുണ്ടാക്കുന്നു, കുടുംബത്തില് വിള്ളലുണ്ടാക്കുന്നു. എന്റെ പ്രിയമുള്ള പെങ്ങളെ, പാടില്ല, പാടില്ല. കത്തിജ്വലിക്കുന്ന നരകമുള്ളതാ, തീജ്വാലയുള്ള നരകമുള്ളതാ, ചീഞ്ചലമുള്ള നരകമുള്ളതോ. നാദോ കാക്കണേ അല്ലോ, കബൂലാക്കണേ അല്ലോ.